ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള റീഡിങ്സ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. പിന്നെ ഒരു കാര്യം, ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ലൈവ് ഇടണമെന്ന്. അപ്പോൾ കാരണം എല്ലാവർക്കും പേഴ്സണൽ റീഡിങ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1 വീക്കിൽ ഒരു ദിവസമെങ്കിലും ഒരു 1 അവർ ലൈവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സമയം എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ലൈവ് വേണ്ടത് നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു സമയം കൂടി ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിലല്ലേ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതെപ്പോഴാണെന്നൊന്ന് പറയാൻ പറ്റുമെങ്കിൽ രാത്രി വേണമെങ്കിൽ രാത്രി ചെയ്യാം കേട്ടോ, അതിൽ കുഴപ്പമില്ല. നമുക്ക് രാത്രി നിങ്ങൾക്ക് സൗകര്യമുള്ള സമയം ചെയ്യാം. ലൈവിൽ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അത് ലൈവിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഒന്ന് കമൻറ്റ് ചെയ്യണുണ്ട്. കാരണം എല്ലാവർക്കും പേഴ്സണൽ റീഡിങ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് നല്ല പേയ്മെൻറ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ പറയാറുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ അല്ല, ഇത് ലൈവ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിതാവുമല്ലോ. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ. പിന്നെ എനിക്കതിനെപ്പറ്റി അറിയില്ലാത്തത് കൊണ്ട്, ഒന്നാമത്തെ കാര്യം ഞാൻ ലൈവ് ചെയ്യാത്തത് എനിക്കതിനെപ്പറ്റി അറിയില്ല. എങ്ങനെയാണ് ലൈവ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഞാൻ ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, എന്തൊക്കെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നോക്കാം, ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂണാണ്. കുറേ കാര്യങ്ങൾ ഡിലേ ആയി പോയതിന് ശേഷം ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പം കുറേ വർഷങ്ങളായിട്ട് ഡിലേ ആയി കിടന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾ വീണ്ടും തുടങ്ങുന്നു. ആ ചക്രം ഒന്ന് ചലിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റക്കായിരുന്നൊരു കാര്യം ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. ചിലപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്ത് വെച്ചിരുന്ന അത് സ്റ്റക്കായി ഇരുന്നെങ്കിൽ അതിന് അനങ്ങാതിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ചലനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം കൂടുതലും യാത്രയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നിങ്ങൾ പ്രമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സമയം മൂവ് ആകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലക്ക് അത് നിങ്ങളുടെ ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ് നമുക്ക്. പിന്നെ ചിലപ്പോൾ കുറേ കർമ്മദോഷങ്ങളും കർമ്മദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ഏകദേശമൊക്കെ എൻ്റെ ആയി. അപ്പോൾ ഒരു നല്ല കാലത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു എന്താണ്, നിങ്ങളുടെ ബാഡ് കർമ്മയൊക്കെ നിങ്ങളോ നിങ്ങളുടെ പൂർവികരോ അല്ലെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മത്തിലോ ചെയ്തു പോയ ആ ഒരു കർമ്മ എൻ്റെ ആയി തുടങ്ങുന്നതിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ അപ്രതീക്ഷിതമായിരിക്കും കേട്ടോ. നിങ്ങളിത് വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നന്മയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കിട്ടുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരു വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഇന്നൊരു ദിവസം യാത്ര പോകാനോ ഒക്കെ ഉള്ള ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര നിങ്ങൾ പോയേണ്ടി വന്നേക്കാം. അങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. 2 സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് ആൾക്കാർ ഇതിനെപ്പറ്റി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ കുറേ പ്രാവശ്യം നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കാനാണ് പറയുന്നത്. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയവുമായിട്ട് കണക്റ്റായി നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഹൃദയത്തോട് ചോദിക്കുക. അപ്പോൾ ചിലപ്പം ഈ കൺഫ്യൂഷനായിട്ടുള്ള കാര്യം എടുത്തേടി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാവില്ല വരണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക.
പിന്നെ ചില ആൾക്കാർ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നുണ്ട്. ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും അതിനെപ്പറ്റി വീണ്ടും 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 ആവശ്യമില്ലാതെ അതങ്ങനെ ഉണ്ടാവുമോ, ഇതിങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചോദിക്കേണ്ടത് പോലെ എന്നാൽ ചോദിക്കുന്നും ഇല്ല എന്നുള്ളതാണ്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാകാം, മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാകാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഒരു മാറ്റം വരുന്നതാകാം, ഒരു ലക്ക് വരുന്നതാകാം. അപ്പോൾ ഇത്രയും കാലം ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ആകാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് എതിരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സമയം അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ഒരു എതിരായിട്ട് നിൽക്കുന്നതിൽ നിന്നുപരി ചിലപ്പോൾ അവർ നിങ്ങൾക്ക് എതിരെ ഒന്നും ചെയ്യാത്ത വണ്ണം അവർ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ട് മാറിപ്പോയിട്ടുണ്ടാകാം. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരാൾ എൻ്റെ പിറകെ വരാതെ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി അവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ശരിക്കും ഒരു നിങ്ങളുടെ പാസ്റ്റിലെ കുറച്ച് ട്രോമയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളൊരു ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. പുതിയ തുടക്കമാണ്. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ വരികയോ ഒരു മെയിലോ ഒരു മെസ്സേജോ ഒക്കെ നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ ഒരു ട്രാവലിനെ കുറിച്ചുള്ളൊരു മെസ്സേജോ ഒരു ഇമെയിലോ ഒക്കെ വരുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ നിങ്ങൾ എന്താണോ തുടങ്ങുന്നത് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പാസ്റ്റിൽ തുടങ്ങി വെച്ച കാര്യം ഈ ഒരു സമയമായിരിക്കും നിങ്ങൾ പൂർത്തിയാക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മൾ തുടങ്ങി നോക്കും. പക്ഷേ അത് 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് തീരും, അത് സ്റ്റോപ്പും ആകും. അങ്ങനെ നിങ്ങൾ നിർത്തിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. ഇങ്ങനെ എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യാതെ നിർത്തി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. ഓരോന്നായിട്ട് അത് ചെയ്ത് തീർക്കാനുള്ളൊരു സമയമാണ് ഇതെന്ന് നിങ്ങളെ ഡിവൈൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം എന്ത് തന്നെയായാലും ഡ്രൈവിംഗ് ആകാം, യോഗയാകാം, ഡാൻസ് ആകാം, പാട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സസ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഹീലിംഗ് സെക്ഷൻസ് ഒക്കെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതിരുന്നതാകാം, അല്ലെങ്കിൽ ഹീലിംഗ് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച് അല്ലെങ്കിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അത് പഠിക്കാതിരുന്നതാകാം. എന്ത് തന്നെയായാലും എന്താണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ ഫിനിഷ് ചെയ്യണം എന്നാണ് ഈ ഒരു സമയം നിങ്ങളെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഒരു പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട കാര്യം ആ ഒരു കാര്യത്തിനൊരു വിജയം വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമായിരിക്കാം. മറ്റുള്ളവരെല്ലാവരും പല സമയങ്ങളിൽ നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താൻ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിച്ച എന്തോ ഒരു കാര്യത്തിൻ്റെ വിജയം നിങ്ങൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു വിജയത്തിന് നമ്മൾ ആർക്കും ഒരു ഇതും കൊടുക്കണ്ട എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് പുറത്തുനിന്ന് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ച വ്യക്തികളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെല്ലാവരും ഇത് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണ്ട എന്നാണ് ചിന്തിച്ചതെന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അവർ ചെയ്തു തന്ന ചെറിയ സഹായങ്ങൾ വരെ പറയേണ്ടി വരും. അപ്പം അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതി നേടിയ ഒരു വിജയം അതിൻ്റെ ഒരു മുകളിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ പ്രൊമോഷനോ അല്ലെങ്കിൽ അവാർഡോ ഒരു സ്കോളർഷിപ്പോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നോക്കാം. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ. ചിലപ്പോൾ പെട്ടെന്നൊരാളുമായിട്ടൊരു
ലവ് അഫെയർ ഉണ്ടാകുന്നൊരു സമയമാണ് കേട്ടോ. അത് സമയത്തിൻ്റെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലോ മുൻപുള്ള ദിവസങ്ങളിലോ ഒരാളുമായിട്ട് ഒരു ക്രഷ് തോന്നുകയും പെട്ടെന്നൊരു വല്ലാത്ത അട്രാക്ഷൻ തോന്നി ഒരു പ്രണയം തുടങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും. അപ്പോൾ ശരിക്കും അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കിട്ടിയൊരു കാര്യമായിരിക്കണം. നമ്മൾ ഒരു ഭയങ്കര പ്രണയത്തിലായിപ്പോയി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് തന്നെ ആയാലും അത് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്. പെട്ടെന്നൊരു പ്രണയത്തിലേക്ക് അങ്ങ് ആണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളെ മറന്നിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ആ ഒരു വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരു ഓഫറുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. അത് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് കുറേ കാലം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ അറിയാതെ ഈ ആൾ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേ ഇരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി ഇന്നത് അത് റിവീൽ ചെയ്യുന്നതും അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് കേട്ടോ. 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നമ്മൾ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യത്തെ അതിൻ്റെ ഫലം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത അത് കിട്ടുമോ, ഒരു എക്സാം എഴുതിയതിന് ശേഷം അതെനിക്ക് പാസ്സാവുമോ, എനിക്കത് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റുമോ, എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്ന ചില ആൾക്കാരും ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. 10 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ബുദ്ധിമുട്ടിച്ച ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു ചാൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ തീരുമാനിക്കുക, അത് പുറത്ത് പോകണോ, ഞാൻ അതിൽ തന്നെ നിൽക്കണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയമാണിത്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. കാരണം കുറേ ആൾക്കാരും പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾ, അത് എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവും. അത് റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ പലതരത്തിൽ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ കർമ്മത്തിൻ്റെ ഫലമായിട്ട് പല വ്യക്തികളും പല സാഹചര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ തന്നെ പെട്ടുപോയിരിക്കുന്ന ആൾക്കാർ ഒരു പുതിയ വഴി തുറന്നു തരുന്നവർക്ക് അതിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതൊരു എൻഡിങ് ആണ്. ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എൻഡായി ഒരു പുതിയ നമുക്ക് പ്രതീക്ഷ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാനുള്ളൊരു സമയമായി എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു അഡിക്ഷൻ എന്താക്കി നിങ്ങൾ പുറത്തേക്ക് പോകുന്നതായിരിക്കാം. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷൻ നമ്മുടെ ജീവിതത്തിന് നല്ലതല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷൻ എന്താക്കി നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരു സമയമാണ്. അതിനുള്ള തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അതങ്ങനെ പോകാറായി എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഡിസീറ്റാണ്. അപ്പോൾ നിങ്ങളെ ചതിച്ച ഏതെങ്കിലും വ്യക്തികൾ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചതിച്ച വ്യക്തികളുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഇത് ചിലപ്പം നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ഒരാളായിരിക്കും നിങ്ങളെ ചതിച്ചു പോയത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ വീണ്ടും അത് മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നതോ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതോ ഒക്കെ ആകാട്ടാം. അത് പിന്നെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചീറ്റിംഗ് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു ചതി നിങ്ങളുടെ ഒരുപാട് ഇഷ്ടപ്പെടുകയും നിങ്ങളെ കൂടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ നിങ്ങളെ ചതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെ ചതിച്ചേക്കാം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കാം. നമ്മൾ ചതിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ തന്നെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നമ്മളല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ നമ്മളുടെ കാര്യം ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് അതിനുള്ളൊരു സാഹചര്യം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മളൊരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരാളിനെ ഒരു തെറ്റ് ചെയ്യാൻ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നു. അത് നമുക്കും ദോഷമാണ്, അവർക്കും ദോഷമാണ്. അതൊരു കർമ്മയാണ്. മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും അതങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചതിയോ വഞ്ചനയൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.